തൊഴിലിടമാണ് ഒരു നടൻ്റെ ആണെങ്കിലും ഇപ്പം സാറിൻ്റെ ആണെങ്കിലും അവിടെ വിലക്കേതൊരു സമ്പ്രദായം പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിലക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. വിലക്ക് മാത്രമല്ല, നിസ്സഹരിക്കുന്നത് പോലും ഇന്ന് വരെ ആരും പറയാത്തൊരു കാര്യമാണ് സാറ് പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷമായി. സാർ ഇന്ന് വരെ ഇത്തരം ഒരു പ്രശ്നങ്ങൾ ആരും പറഞ്ഞില്ല. പുതിയ തലമുറ ഇത് കുറച്ച് കൂടുതലാവും. ലൈറ്റ് ബോയ്സിൻ്റെ ബാറ്റ വാങ്ങിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ തൊഴിലിനും തൊഴിൽ ഉപകരണങ്ങൾക്കും ഒക്കെ അതിൻ്റെ അന്തസ്സുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ എല്ലാ പടത്തിൻ്റെയും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അതിലെ സംവിധായകൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സംവിധായകനെ കുറിച്ച് അറിയുന്നില്ല. അതിനാരാണ് ഉത്തരവാദി? നിങ്ങളൊക്കെ തന്നെയാണ്. പണ്ട് 10 ലക്ഷം കൊണ്ടൊരു സിനിമ ഉണ്ടായിരുന്ന കാലത്ത് പ്രേം നസീർ വാങ്ങിച്ചിരുന്നത് 50,000-ഓ 1,00,000 രൂപയാണ്. ഇന്നിപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു, 5 കോടി ബഡ്ജറ്റ് സിനിമ ഉണ്ടെങ്കിൽ എത്ര കോടിയാണ് ഇവരൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷന് വേണ്ടി എത്രയാണ്? തീർച്ചയായിട്ടും സിനിമയുടെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. താരങ്ങൾ സമയത്തിന് വരുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. നിർമ്മാതാക്കളെ സംബന്ധിച്ചോളം വലിയൊരു ബാധ്യതയാണ്. ഇപ്പം നിങ്ങളൊക്കെ താരങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ താരങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ വന്ന പുതിയ പിള്ളേരുടെ സിനിമ എന്നാണ് നിങ്ങളൊക്കെ പറയുന്നു. എഡിറ്റിംഗ് കാണണമെന്ന് പണ്ട് അങ്ങനെ ആരെങ്കിലും പറയുമായിരുന്നു, എനിക്ക് എഡിറ്റിംഗ് കാണണം. ആ എഡിറ്റിംഗ് കാണണമെന്ന് ചോദിച്ചിട്ട് ക്യാമറയിൽ കൂടി നോക്കാൻ സമ്മതിക്കില്ലായിരുന്നു പണ്ട്. ഈ വർഷം 4 മാസം കൊണ്ട് റിലീസ് ചെയ്ത ഏറ്റവും സൂപ്പർ ഹിറ്റ് പടമാണ് രോമാഞ്ചം. രോമാഞ്ചത്തിൻ്റെ സംവിധായകൻ്റെ പേരിൽ ആ സിനിമ അറിയപ്പെടുന്നുണ്ടോ? നിങ്ങൾ പറയും. അതില്ലാത്തിടത്തോളം കാലം മലയാള സിനിമ ഇനി രക്ഷപ്പെടില്ല. നമസ്കാരം. മലയാള സിനിമ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പല പ്രശ്നങ്ങളാണ് മലയാള സിനിമയ്ക്കുള്ളത്. ആ മലയാള സിനിമയിൽ ഒത്തിരി സിനിമകൾ സംഭാവന ചെയ്ത സൂപ്പർ താരങ്ങൾ വെച്ച് വരെ സിനിമ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കമൽ സാറാണ് ഇപ്പോൾ എന്നോടൊപ്പം. കമൽ സാർ നമസ്കാരം. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ വല്ല പ്രശ്നത്തിലാണ് മലയാള സിനിമ. കഴിഞ്ഞ ദിവസം ഒരു പൂജയ്ക്ക് വന്നപ്പോൾ സാറ് പറയുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ മലയാള സിനിമ ഇങ്ങനെ എത്തിയത്? അല്ല, അതിപ്പോൾ ഒരു ഒറ്റ കാരണം കൊണ്ട് പറയാൻ പറ്റില്ല. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് നടക്കുന്ന പ്രതിസന്ധിയല്ല. പ്രധാനമായിട്ട് ഒരുപാട് സിനിമ ഇറങ്ങുന്നു, ആ സിനിമയൊന്നും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്നില്ല, കളക്ട് ചെയ്യുന്നില്ല. അതൊരു വലിയ സത്യം തന്നെയാണ്. കളക്ട് ചെയ്യാത്തടത്തോളം കാലം സാമ്പത്തിക പ്രതിസന്ധി വലിയ രൂക്ഷമായിട്ടുണ്ട്. നമുക്കറിയാം, നിർമ്മാതാക്കൾക്കൊക്കെ അവർ മുടക്കിയ കാശ് കിട്ടുന്നില്ല, പഴയമാതിരി OTT ബിസിനസ് നടക്കുന്നില്ല, തിയേറ്ററുകളിൽ ജനം കയറുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്. അത് സത്യമാണ്. അത് ഫാക്റ്റായിട്ട് നിൽക്കെ തന്നെ ഞാൻ മറ്റൊരു കാര്യമാണ് അന്ന് പറഞ്ഞത്. അതായത് നമ്മൾ മുമ്പൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെടുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പക്ഷേ ആ സിനിമയും ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോൾ തിയേറ്ററിൽ പോയി അവർ കണ്ടിട്ടുണ്ടാവില്ല, പിന്നീട് ടി വിയിൽ വന്നിട്ടോ അതല്ലെങ്കിൽ കേട്ടിട്ടോ അതിലെ പാട്ടുകൾ കേട്ടിട്ടോ എങ്ങനെയൊക്കെ ആയാലും ഒരു വർഷം അന്നൊക്കെ ഒരു 75-80 പടം ഇറങ്ങുകയാണെങ്കിൽ അതിൽ പകുതി സിനിമയെങ്കിലും ആൾക്കാർ ഓർത്തിരിക്കും. പേരുകൊണ്ട്, ആ സിനിമയുടെ കഥ, അതല്ലെങ്കിൽ മറ്റെല്ലാ ഘടകങ്ങളുകൊണ്ട് ഓർത്തിരിക്കും. ഇന്ന് ഓടിയൊരു സിനിമ പോലും പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രേക്ഷകരോട് ചോദിച്ചാൽ അതേ സിനിമയും എന്താണ് കഥ, പേര് ഓർക്കാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഒരു സിനിമകളുടെ ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ ഇതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഒരു കലാസൃഷ്ടി, അതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. സിനിമ ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ സമീപിക്കുമ്പോൾ കച്ചവട വിജയം, തീർച്ചയായിട്ടും കച്ചവട വിജയം ഉണ്ടാകുമ്പോഴാണല്ലോ മറ്റു രീതിയിലും അതിന് കലാപരമായിട്ടുള്ളൊരു മേന്മ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് 25-30 വർഷം മുമ്പുള്ള സിനിമ, നന്നായിട്ട് ഓടിയ സിനിമയിലെ സീനുകൾ വരെയും ഇവിടെ ട്രോളായിട്ട് വരുന്നതും ആൾക്കാർ പറയുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറുന്നുണ്ട്. പക്ഷേ ഈ സിനിമകൾ ഇപ്പോൾ നമ്മൾ ഒരു 6 മാസം മുമ്പ് വരെയും ഓടിയ സിനിമ പോലും പെട്ടെന്ന് ജനം മറന്നു കളയുന്നുണ്ട്. ആരും ഓർക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നു. അത് ഒരു കലാകാരനെ സംബന്ധിച്ചോളം, പുതിയ സംവിധായകരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധിയാണ്. ഞാനതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും സിനിമയുടെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള താരങ്ങൾ സമയത്തിന് വരുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. സെറ്റുകളിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതൊക്കെ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിർമ്മാതാക്കളെ സംബന്ധിച്ചോളം വലിയൊരു ബാധ്യതയാണത്. എല്ലാ ട്രേഡ് ബോഡീസിനെ കുറിച്ചും നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ് അത് ആദ്യമായിട്ട് വാർത്താ സമ്മേളനത്തിൽ അത് പറയുന്നത്. അത് നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നമാണ്.
പക്ഷെ അതോടൊപ്പം തന്നെ ചർച്ച ചെയ്ത് പോകേണ്ട ഒരു ഒരു കാര്യമാണ് വിഷയമാണ് സാറ് പറയുന്നത്. ഞാൻ പറയുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കലാകാരൻ ഞാനിപ്പോൾ ആലോചിക്കുന്നത് വെച്ചാൽ ഒരു വർഷം 10, 60, 70 പുതിയ സംവിധായകരുണ്ടാകുന്നുണ്ട്. 150-ലധികം സിനിമകൾ വരുമ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഒരു 80% പുതിയ സംവിധായകരാണ്. ഒരു പടം സംവിധാനം ചെയ്ത അടുത്ത ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ സംവിധായകൻ 4-5 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. ഇവൻ സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സംവിധായകർ, ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സംവിധായകരിൽ പലരും വീണ്ടും ഒരുപാട് കാലം അടുത്തൊരു സിനിമ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് ഈ താരങ്ങളുടെ പുറകെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഒരു താരം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ബിസിനസ് ആവുള്ളൂ എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയൊരു സംവിധായകന് വരെയും അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു പ്രതിസന്ധി. അപ്പോൾ സിനിമ ഉണ്ടാക്കുന്ന കലാകാരന്മാർ, പ്രത്യേകിച്ചും ഒരു സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, സംവിധായകൻ എന്നുള്ള രീതിയിൽ, എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ, ഞാൻ തിരക്കഥ എഴുതുന്ന ആളാണല്ലോ. അത്തരം സിനിമകൾ എന്താ പറയുക, ഒരു പുതിയ സംവിധായകന് ഒരു പരീക്ഷണമായിട്ട് വന്നാൽ ആ സംവിധായകൻ്റെ പേരിൽ ആ സിനിമ അറിയപ്പെടുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല. ഇപ്പം നിങ്ങളൊക്കെ താരങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു. ആ താരത്തിൻ്റെ സിനിമ, അത് സൂപ്പർ താരങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഇപ്പോൾ വന്ന പുതിയ പിള്ളേരുടെ സിനിമ എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള സംവിധായകൻ്റെ പേര് പറയാറില്ല. പിന്നെ ഈ പറയുന്ന നിരൂപണങ്ങളിലൊക്കെ തന്നെ അവർ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നടൻ്റെ സിനിമ എന്നുള്ള രീതിയിലാണ്. സംവിധായകനോടെ അപ്പോൾ സംവിധായകൻ അപ്രസക്തനാകുന്നു. പുതിയ സംവിധായകർ, നമ്മൾ ഒരുപാട് പ്രതിപാദനന്മാരായിട്ടുള്ള പുതിയ സംവിധായകരുണ്ട്. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സംവിധായകരെയൊക്കെ കാണുന്നത്. പക്ഷെ അവരെ അടയാളപ്പെടുത്തുന്നില്ല. അവർ പുതിയ പരീക്ഷണം നടത്തിയാൽ പോലും കച്ചവട രംഗത്തുള്ള പരീക്ഷണങ്ങൾ. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ഈ വർഷം 4 മാസം കൊണ്ട് റിലീസ് ചെയ്ത ഏറ്റവും സൂപ്പർ ഹിറ്റ് പടമാണ് രോമാഞ്ചം എന്ന് പറയുന്ന പടം. ഇല്ലേ, രോമാഞ്ചത്തിൻ്റെ സംവിധായകൻ്റെ പേരിൽ ആ സിനിമ അറിയപ്പെടുന്നുണ്ടോ? നിങ്ങൾ പറയും. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ജിത്തുവിൻ്റെ പേരിൽ ആ സിനിമ അറിയപ്പെടുന്നില്ല. ജിത്തു എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. ഇത് കഷ്ടപ്പെട്ട് ആ സിനിമ, അതാണ് ജിത്തു ആദ്യം സിനിമ തുടങ്ങിയത് എൻ്റെ സിനിമയിലൂടെയാണ്. അപ്പോൾ എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ്, വളരെ പ്രതിഭയുള്ളൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ജിത്തുവിൻ്റെ പേരിലല്ല ആ സിനിമ അറിയപ്പെടുന്നു. നിങ്ങൾ പറയുമ്പോൾ എന്താ പറയുക, ആ സിനിമ രോമാഞ്ചം, ഒന്നുകിൽ സൗബിൻ്റെ പടം, ഇല്ലേ, സൗബിൻ്റെ അതിന് പറയണ്ടെന്നല്ല പറയുന്നത്. അപ്പോൾ സൂപ്പർ ഹിറ്റായ പടം, അതല്ലെങ്കിൽ മറ്റു രീതിയിൽ ശ്രദ്ധേയമായ പടം. അതെ അതെ. ആ സംവിധായകരുടെ കയ്യിൽ സംവിധാനൻ്റെ പേര് വരുന്നില്ല. അപ്പോൾ ഒരു വർഷം 10, 70, 80 പുതിയ സംവിധായകരൂടെ വരുമ്പോൾ ആ സംവിധായകരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ലേ. ഒരു കലാകാരനായിട്ട്, അതല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദഗ്ധൻ, അല്ലെങ്കിൽ നമ്മളറിയാലോ സംവിധായകൻ എന്ന് പറയുമ്പോൾ സംവിധായകൻ്റെ കല തന്നെയാണ് സിനിമ, എന്തൊക്കെ പറഞ്ഞാലും. തീർച്ചയായും അത് ആരും അവകാശവാദം ഉന്നയിച്ചാലും ഞാനത് സമ്മതിച്ചു തരില്ല. നിർമ്മാതാവും സംവിധായകനും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ. താരമൊക്കെ അതിന് ശേഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു ചർച്ച നിങ്ങളും മാധ്യമങ്ങളൊന്നും നടത്തി കാണുന്നില്ല. എന്തുകൊണ്ട് ഈ സിനിമകളൊന്നും അടയാളപ്പെടുത്താതെ പോകുന്നു, ഓർക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് റിലീസ് ചെയ്ത, വിഷുവിനും പെരുന്നാളിനും റിലീസ് ചെയ്ത സിനിമകളുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അത്ര അങ്ങനത്തെ പേരുകൾ കൂടെയാണ്. ആ പേരുകൾ എങ്ങനെ, ഇവിടെ മുമ്പും അതുപോലുള്ള പേരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു കുറ്റമില്ല. പക്ഷെ അത് ഓർക്കപ്പെടണ്ടേ. തിയേറ്ററിൽ നിൽക്കുന്നില്ല സാർ. തിയേറ്ററിൽ നിൽക്കുന്നതിൽ ഞാൻ പറഞ്ഞില്ല, തിയേറ്ററിൽ ഓടാത്ത പടങ്ങൾ, മുമ്പ് ഒരു ദിവസം ഓടിയ പടം പോലും നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ സിനിമ കൊള്ളാമായിരുന്നു എന്ന് കാണാൻ പറ്റിയിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ ഇങ്ങനെയായിരുന്നു സിനിമ, ഇത് ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥകൾ വരാത്തത് കൊണ്ടാണോ, എന്താണ്? അല്ല, കഥകൾ വരാത്തതുകൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തറിയാമോ, ഓരോ കാലത്തിനനുസരിച്ചല്ല കഥ. ഇപ്പോൾ ഞങ്ങളൊക്കെ ആദ്യകാലത്ത് ചെയ്യുമ്പോൾ ഒരു മുഴുനീള കഥ ഉള്ള ഒരു സിനിമകളാണ്. പൊതുവെ തിരക്കഥ എന്ന് പറയുന്നത് ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാലഘട്ടത്തേക്കായിരിക്കും സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ കുറേ കഥാപാത്രങ്ങളുടെ ഒരുപാട് കാലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ ഒരു മണിക്കൂറിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ നമുക്ക് സിനിമയിലൂടെ പറയാൻ കഴിയും, ഒരു തിരക്കഥയായിട്ട് കഴിയും. അപ്പോൾ കഥ എന്നുള്ളതല്ല, എങ്ങനെ അത് ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ല ഞാനത് കഥകൾ അങ്ങനെയായിരുന്നു അന്നത്തെ കാലങ്ങളിലൊക്കെ. അല്ല, ഞാൻ അതൊരു പ്രശ്നമായിട്ടല്ല പറഞ്ഞത്. അല്ല, മനസ്സിലായി, എനിക്ക് സാർ പറയുന്നത് മനസ്സിലായി. അതായത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞാണ്, നമ്മളിപ്പോൾ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുന്നത്. 2 പ്രതിസന്ധി, രൂക്ഷമായ പ്രതിസന്ധിയാണ് മലയാള സിനിമകൾ. ഇല്ലെന്ന് ഞാൻ നിലവിൽ സാറ് പറഞ്ഞാൽ ഈ പുതിയ നിർമ്മാതാക്കൾ ഡയറക്ടർമാർ ഒത്തിരി പേര് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി വന്നാൽ പോലും ഇവരെ ഒന്ന് ഇരുത്തി പ്രൊമോഷൻ ചെയ്യാൻ പോലും ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. അവർ ഫ്രണ്ടിലേക്ക് വരാൻ പോലും എന്നെ ഉൾപ്പെടെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്, തയ്യാറാവുന്നില്ല. അവരെവിടെയോ, ആ സിനിമ ഉണ്ടാക്കിയ ഡയറക്ടറാണ്, അവർ വരുന്നില്ല. അവരെ ഇരുത്താൻ പോലും, താരങ്ങൾ ഇരുത്തിയാൽ റീച്ചുള്ള നിലയിലേക്ക് മാറി. പക്ഷേ ഇവരെയും കൂടെ കൂട്ടണമെന്നാണ് എൻ്റെയും, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം തന്നെയാണ് കേട്ടോ സാർ.
തീർച്ചയായിട്ടും ഞാൻ ആ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ എല്ലാ പടത്തിൻ്റെയും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അതെ അതെ. അതിലെ സംവിധായകൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, സംവിധാനത്തെക്കുറിച്ച് അറിയുന്നില്ല. സംവിധായകന് സംസാരിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കുന്നില്ല. ഈ പറയുന്ന PR പോലും നമ്മളോട് പറയുന്നില്ല. ഇല്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം? താരം സംസാരിക്കുന്നത് എന്താണ്? സിനിമയെക്കുറിച്ചല്ല, സിനിമയുടെ കഥാപാത്രത്തെക്കുറിച്ചല്ല. എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനെന്തൊക്കെയോ മറുപടി ഇദ്ദേഹം പറയുന്നു, അത് വൈറലാവുന്നു. അപ്പോൾ അങ്ങനെ വൈറലാവുന്നതാണോ സിനിമയുടെ പ്രൊമോഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആ സിനിമയ്ക്ക് ആ പൈസ മുടക്കിയ പ്രൊഡ്യൂസറിന് ഒരു ഗുണം ഉണ്ടാവുന്നില്ല. ഇല്ല. അപ്പോൾ ഈ താരത്തിൻ്റെ ഡേറ്റ് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് കൂടി നമ്മൾ ഷൂട്ടിങ്ങിന് ഡേറ്റ് വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് താരത്തിൻ്റെ ഡേറ്റ് വാങ്ങിച്ചിട്ട് ഈ പ്രൊമോഷൻ സെറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ. അതിനുവേണ്ടി കുറേ കാശ് ചിലവാക്കുന്നുണ്ട്. പക്ഷേ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ആ സിനിമയുടെ സംവിധായകനെ അവിടെ പരിചയപ്പെടുത്തുന്ന പോലെ അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നില്ല. ചുമ്മാ പറയുമ്പോൾ അത് താരത്തിൻ്റെ ഞാൻ ആ കഥാപാത്രമാകാൻ വേണ്ടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അതിൽ സംവിധായകൻ വന്ന് കഥ പറഞ്ഞു എന്നല്ലാതെ താരം കഷ്ടപ്പെടുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും അയാളുടെ എഫേർട്ട് ഇടുന്നുണ്ട്. പണ്ടും ഇട്ടിട്ടുണ്ടല്ലോ, സിനിമ തുടങ്ങിയ കാലം മുതലുണ്ട്. ഓരോ നടനും ഒരു ചെറിയ വേഷം ചെയ്താലും മെയിൻ വേഷം ചെയ്യുന്നവരൊക്കെ അവരുടെ എഫേർട്ട് ഇടുന്നുണ്ട്. അവരുടെ കഴിവും പ്രതിഭയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അൾട്ടിമേറ്റായിട്ടൊരു സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയാണ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റാണ്, അവരുടെ പേരിൽ അത് അറിയപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ചും സംവിധായകൻ്റെ. സാറേ, ഈ ഇത്തരമൊരു കാര്യം ഇപ്പം ഇന്ന് വരെ ആരും പറയാത്തൊരു കാര്യമാണ് സാറ് പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷമായി. സാർ ഇന്ന് വരെ ഇത്തരമൊരു കാലം ഇത്തരമൊരു പ്രശ്നങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എപ്പോഴും ഈ താരങ്ങളുടെ പ്രശ്നങ്ങൾ എന്നല്ലാതെ ഈ ഡയറക്ടർമാരെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ആരും, ഒരു സ്റ്റേജ് പ്രോഗ്രാം നടന്നാൽ പോലും ഒരു സിനിമയുടെ വിജയം, ഒരു സ്റ്റേജ് പ്രോഗ്രാം ഈ ഡയറക്ടറിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നമ്മളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ പണം മുടക്കിയ നിർമ്മാതാവിൻ്റെ സ്ഥാനങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു. അവർക്കൊന്നും ഒരു സ്പേസ് കൊടുക്കുന്നില്ല. അല്ല, അതിനാരാണ് ഉത്തരവാദി? നിങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഈ ഓൺലൈൻ മാധ്യമങ്ങളിലെ ഇൻ്റർവ്യൂവിനൊക്കെ പറഞ്ഞ് വന്നിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ച് വേറെ എന്തൊക്കെയോ സംഭവമായി മാറിപ്പോകുന്നത് കൊണ്ടാണ് സംവിധായകൻ്റെ പേരിൽ ആ സിനിമ അറിയപ്പെടാത്തത്. അത് മാറണം. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതാണ്. ഇപ്പോൾ ആദ്യകാലത്ത് നമുക്കറിയാം, ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പൊരു കാലം സിനിമയുടെ തുടക്കകാലത്ത് സത്യൻ പ്രേം നസീർ എന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ നമുക്കറിയാം സേതുമാധവൻ, വിൻസെൻ്റ് മാഷ്, ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ ഒരു നിര വന്നു. അവർ സംവിധായകൻ്റെയും എഴുത്തുകാരൻ്റെയൊക്കെ പേരിൽ സിനിമ അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് നമുക്കറിയാം പത്മരാജൻ, ഭരതൻ, KG ജോർജിൻ്റെയൊക്കെ ഒരു അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ആ ഒരു ഇതിൽ വന്നപ്പോൾ നമ്മൾ സംവിധായകൻ്റെ സിനിമ എന്ന് പറയുക, ഇല്ല ഭരതൻ്റെ സിനിമ എന്ന് നമ്മൾ പറയാം. അതിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടാവും. ഇതിലൊരു വാക്കിപ്പോൾ ഇല്ല. അപ്പോൾ അമരത്തെക്കുറിച്ച് മമ്മൂട്ടിയുടെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അമരം ഭരതൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ പറയാം. ലോഹിദാസിൻ്റെ സിനിമ ഇപ്പോഴും പഴയ ഇതിൽ നിന്ന് വെച്ചാൽ സാർ ഉൾപ്പെടെ ഉള്ള അങ്ങനെ ആളുകൾ ഇരിക്കുന്നവരെ മാത്രം നമ്മൾ കമൽ സാറിൻ്റെ സിനിമ എന്ന് പറയാറുള്ളൂ കേട്ടോ. പുതിയത് ആരും പറയുന്നില്ല. അപ്പോൾ അതും കൂടി ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ കൺട്രോൾ സംവിധായകൻ്റെ കയ്യിലാകാത്തതാണ് ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയുടെ പ്രധാന കാര്യം. നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും കയ്യിലേക്ക് കൺട്രോൾ വരണം. അത് എന്തുകൊണ്ടാകുന്നില്ല? അതിന് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാലോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം ഒരു താരത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് സിനിമ. ഇപ്പോൾ ഒരു പുതിയ സംവിധായകന് സിനിമ കിട്ടണമെന്നുണ്ടെങ്കിൽ താരം കനിയണം. കാരണം താരത്തിൻ്റെ അടുത്ത് കഥ പോയി പറഞ്ഞ് താരത്തിന് കഥ ഓക്കെയാൽ മാത്രമേ നിർമ്മാതാവിന് കിട്ടുള്ളൂ. മുമ്പ് ഇപ്പോൾ ഞാനൊക്കെ സിനിമ തുടങ്ങിയ കാലത്ത് ഞങ്ങളുടെ ജനറേഷൻ മുഴുവൻ സിനിമ തുടങ്ങിയ കാലത്ത് നിർമ്മാതാവിൻ്റെ അടുത്താണ് നിന്നിട്ട് ആദ്യം കഥ പറയുന്നത്, അല്ലേ? ഒരു കഥ ഉണ്ടാക്കിയ നിർമ്മാതാവാണ്. നിർമ്മാതാവ് വന്നതിന് ശേഷമാണ്, നിർമ്മാതാവ് ഡയറക്ടറായിട്ട് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ സിനിമയിൽ ആരഭിനയിക്കണമെന്ന് തീരുമാനിക്കുകയും ആ താരത്തിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത്. ഇപ്പോഴത്തെ നിർമ്മാതാവിന് സിനിമയുടെ കഥ പോലും അറിയില്ല. അല്ല, അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൺട്രോള് സംവിധായകൻ്റെ നിർമ്മാതാവിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിക്ക് കുറേ പരിഹാരം ഉണ്ടാവും. അതല്ലാതെ നമ്മളിപ്പോൾ ഈ താരങ്ങളെ വിലക്കിയോണ്ടോ ആ താരങ്ങളെ കുറ്റപ്പെടുത്തിയോണ്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സിനിമയിൽ വന്ന കാലം മുതൽ കാണുന്നത് ഈ ഒരു പ്രവണതയാണ്. കാരണം താരം കൺട്രോൾ ചെയ്യുന്ന ഒരു മേഖലയായിട്ട് സിനിമ മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരെന്തിനാണ് നമ്മൾ കുറ്റം പറയണത്? ഞാനൊരിക്കലും അവരെ കുറ്റം പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ടു വളർന്നതാണ്. ഇപ്പം ഞങ്ങളുടെ ജനറേഷനിലുള്ള താരങ്ങൾ കണ്ടു വളർന്നിട്ട് അതല്ല. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ സിനിമയിലേക്ക് വരുമ്പോൾ അവർ കണ്ടു വളർന്നിട്ടുള്ളത് അതല്ല. അപ്പോൾ ഇതാരുണ്ടാക്കിയത്? ഈ ഒരു അവസ്ഥ എങ്ങനെയുണ്ടായി? അതിനെക്കുറിച്ച് നമ്മൾ കൂട്ടായിരുന്ന് ചർച്ച ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാര്യം, അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഒരു തൊഴിലിടമാണ്. ഒരു നടൻ്റെ ആണെങ്കിൽ ഇപ്പം സാറിൻ്റെ ആണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന മേഖലയാണ്, ഒരു തൊഴിലാണ്. അവിടെ വിലക്ക് ഏതൊരു സമ്പ്രദായം പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയല്ല സാറിൻ്റെ ഒരു വിശ്വാസം? തീർച്ചയായിട്ടും വിലക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. വിലക്ക് മാത്രമല്ല, നിസ്സഹകരിക്കുന്നത് പോലും അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു താരത്തിൻ്റെ. അപ്പോൾ അത് അയാളുടെ അവകാശമാണ്. കാരണം എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു ഇടത്തിലെ സിനിമകൾ ഞാൻ ചെയ്യുന്നു എന്നാണ് അയാൾ പറയുന്നത്, ഇല്ല, ഒരു നടൻ പറയുന്നു. അപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമ്മൾ അതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പുറത്ത്
ഇത് കൺട്രോൾ ചെയ്യപ്പെടണം എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഒരു സെറ്റ് കൺട്രോൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും സംവിധായകനും നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ റോള് ചെയ്യുക, സംവിധായകൻ അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്യുക എന്നുള്ളിടത്തേക്ക് സിനിമ മാറണം. എങ്കിൽ മാത്രമേ അതിൻ്റെ കീഴിൽ എല്ലാം കറക്റ്റാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിന് സമയമെടുക്കും, പെട്ടെന്നൊന്നും ഇതിന് പറ്റില്ല. കാരണം ഈ സിസ്റ്റം മുഴുവൻ മാറിക്കിടക്കുകയാണ്. ഇനി ഒന്നേന്ന് തുടങ്ങണം. അതിനെല്ലാവരും സഹകരിക്കണം. ഇപ്പം നമുക്കറിയാം. ഇപ്പം ഞാൻ എന്നോട് ഇന്നലെ വേറെ ആരോ ചോദിച്ചപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ അത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർക്കതിൻ്റെ ആവശ്യമില്ല ഇനി. കാരണം അവർ ചെയ്യേണ്ട കാര്യമില്ല. അവർ ആദ്യകാലത്ത് അത് ചെയ്തിട്ടുണ്ട്. അവരൊരു കഥാപാത്രമാകാൻ വേണ്ടിയിട്ട് പ്രതിഫലം കുറക്കാനും പ്രതിഫലം ഇല്ലാണ്ടൊക്കെ അവർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല മികച്ച കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ പ്രതിഫലം നോക്കിയിരുന്നില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർക്ക്. കാരണം അവർ മലയാള സിനിമയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മമ്മൂട്ടി, മോഹൻലാലെ പോലുള്ള മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച നടന്മാർ, താരം എന്നല്ല അതിനെ പറയണത്, നടന്മാരാണ് അവർ. അഭിനേതാക്കൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മലയാള സിനിമ നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരായിട്ട് നമ്മൾ ഇവരെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവരൊരു സിനിമയുടെ പ്രതിഫലം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് ഞങ്ങൾ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നു എന്ന് പുതിയ താരങ്ങൾ പറയുന്നതിന് അർത്ഥമില്ല. അതും കൂടി ഒരു പോയിൻ്റല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സിനിമ വിജയിച്ചാൽ, പുതിയ ആളുകൾ ഒരു സിനിമ വിജയിച്ചാൽ അടുത്ത സിനിമയ്ക്ക് അതേ മാസം പോയി കഴിഞ്ഞാൽ ഇരട്ടി ശമ്പളമാക്കുന്ന പ്രക്രിയയിലേക്ക് ഇപ്പോൾ പോകുന്നു. അത് വലിയ പ്രതിസന്ധിയാണ്. അതാണ് സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിർമ്മാതാക്കളുടെ അടുത്ത് പൈസ കുലുക്കുന്ന മരമൊന്നുമില്ല എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം അത് തന്നെയാണ്. എന്തായാലും വലിയ പ്രതിസന്ധി. താരങ്ങളുടെ ഈ ശമ്പള വർധനവ് മലയാള സിനിമയിൽ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടോ? അല്ല, ബാധിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് 5 കോടിയാണ് ബഡ്ജറ്റ് ഇട്ടെന്ന് വിചാരിക്കുക. അതിൽ എത്ര ശതമാനമാണ് പ്രധാന താരത്തിൻ്റെ ശമ്പളം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഈ താരങ്ങളുടെ ശമ്പളം കഴിച്ചാൽ, ഇപ്പോൾ ടെക്നീഷ്യൻസ് സ്വാഭാവികമായിട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്കും പ്രതിഫലം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു താരത്തിന് അത്രയും പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ സംവിധായകനും അത്രയും പ്രതിഫലം കിട്ടണം. അയാളുടെ അധ്വാനത്തിന് വിലയില്ലേ, അല്ലെങ്കിൽ ക്യാമറാമാന് വിലയില്ലേ, എല്ലാവരും അധ്വാനം. അപ്പോൾ ഈ ടെക്നീഷ്യൻസിൻ്റെ താരത്തിൻ്റെയും പ്രതിഫലം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കാം. അതിൻ്റെ റേഷ്യോ ഒന്ന് പരിശോധിച്ചാൽ തന്നെ അറിയാം. പണ്ട് 10 ലക്ഷം കൊണ്ടൊരു സിനിമ ഉണ്ടായിരുന്ന കാലത്ത് പ്രേം നസീർ വാങ്ങിച്ചിരുന്നത് 50,000 1 ലക്ഷം രൂപയാണ്. അപ്പോൾ 10% അന്ന് സൂപ്പർ നായകനായിട്ടുള്ള പ്രേം നസീർ വാങ്ങിച്ചത്. ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10% നായകൻ വാങ്ങിച്ചിരുന്നത്. ബാക്കി എല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 15% ഉണ്ട്. അപ്പോൾ 25% അന്ന് റെമ്യൂണറേഷൻ എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടായത്. ബാക്കി 75% പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മുടക്കിയിരുന്നത്. ഇന്നിപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, നേരെ തിരിഞ്ഞു. ഇപ്പം 5 കോടി ബഡ്ജറ്റ് സിനിമ ഉണ്ടെങ്കിൽ എത്ര കോടിയാണ് ഇവരൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷന് വേണ്ടി എത്രയാണ്? അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് കൊണ്ട് പടം തീരില്ല. അപ്പോൾ കോസ്റ്റ് കൂടും. അപ്പോൾ അതിനെ ആത്യന്തികമായിട്ട് ബാധിക്കുന്ന ആരാണ്? സംവിധായകനെ കൂടിയാണ്. കാരണം അയാൾ അതിൻ്റെ പ്രഷറിലാവും, നിർമ്മാതാവും. കാരണം ബഡ്ജറ്റ് ഇട്ടു, അതിന് കൂടിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ ഈ സമയത്തിന് ഷൂട്ടിങ്ങിന് വരാത്ത പോലും അതിൻ്റെ കാരണമല്ലേ, അതുകൊണ്ടാണല്ലോ ബഡ്ജറ്റ് കൂടുന്നത്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളാണ് ഇവർ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. കാരണം അവർ പറയുന്നത് കറക്റ്റാണ്. ഇത്രയും പ്രതിഫലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് വർക്കൗട്ട് ആവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഇല്ലാണ്ടാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ രീതിയിലല്ല പലപ്പോഴും പറഞ്ഞു വരുന്നത്. താരങ്ങൾ പൈസ കൂട്ടുന്നു എന്നുള്ള കുറ്റം പറയലല്ല. അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യം തിരിച്ചു പറയണം. ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് എല്ലാം കൊണ്ട് എന്തുകൊണ്ട് ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഇടുമ്പോൾ അതിൻ്റെ റേഷ്യോ കണക്കാക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു, ഒരു 25 കോടി രൂപയുടെ സിനിമ ചെയ്യണമെങ്കിൽ ഒരു താരം 5 കോടി വാങ്ങിച്ചോട്ടെ. അങ്ങനെ ഒരു റേഷ്യോ കണക്കാക്കുക. 5 കോടിയുടെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനനുസരിച്ച്, അല്ലാണ്ട് ആ സിനിമയിലും ഈ സിനിമയിലും ഒക്കെ ഒരേ പ്രതിഫലമാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന് ഒരു താരം പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിപ്പോൾ ഒരു പക്ഷേ വലിയ സംവിധായകന്മാരാണെങ്കിലും അവരും ചെയ്യാവുന്ന കാര്യമുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കോടിയുടെ പടം ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ കാശ് വാങ്ങിക്കാം. കാരണം വെച്ചാൽ പ്രൊപ്പോർഷനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമാണ്. അതില്ലാത്തിടത്തോളം കാലം മലയാള സിനിമ ഇനി രക്ഷപ്പെടില്ല. ഈ സാമ്പത്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിർമ്മാതാക്കൾക്ക് മുടക്കുവിന് തിരിച്ചു കിട്ടില്ല. അതിലൊരു ഇതുണ്ട്. നമ്മൾ ഏത് സിനിമയായാലും 25% അല്ലെങ്കിൽ 30%, മിനിമം 50% പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതായത് സിനിമ ഉണ്ടാക്കാനായിട്ട് മുടക്കണം എന്നുള്ളിടത്ത് ബഡ്ജറ്റ് അങ്ങനെയാക്കി മാറ്റുന്ന ഒരു രീതി സിനിമയിൽ ഉണ്ടാവണം. ആ രീതി വന്നാലാണ് ഈ സിനിമ ഈ പറയുന്നത് പോലെ പ്രതിസന്ധി ഇല്ലാതെ, ഈ സാമ്പത്തികമായ പ്രതിസന്ധി, താരങ്ങൾ വാങ്ങുന്ന സാലറി ഒന്നും വിഷയമില്ലാതെ പോകാൻ പറ്റും. അത് വാങ്ങുന്നത് എങ്ങനെയായിരിക്കും? സാമ്പത്തികമായ പ്രതിസന്ധി കുറഞ്ഞാൽ തന്നെ മറ്റെല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടും. എല്ലാ പ്രശ്നവും തീരും. സത്യമാണ് സാറ് പറഞ്ഞത്. ഈ പഴയ കാലങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ സാറൊക്കെ ഒത്തിരി സിനിമകൾ ചെയ്തു, സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ തന്ന സംവിധായകനാണ്.
അന്നത്തെ ഒരു കൾച്ചറാണോ ഇപ്പോൾ സിനിമയിലുള്ളത്? ആ കൾച്ചറൊക്കെ മാറിയില്ല? പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം അതൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ടോ സാറിനിപ്പോൾ? അല്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും സിനിമ ഓരോ രീതിയാണ്. സിനിമ മാത്രമല്ലല്ലോ, നമ്മുടെ ജീവിത രീതിയൊക്കെ തന്നെ അങ്ങനെയല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പുതിയ തലമുറയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം പുതിയ തലമുറ ശീലിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങളുടെ തലമുറ, ഇപ്പം ഞാൻ പണ്ട് മദ്രാസിൽ പോയിട്ട് കുറേ കാലം കോടമ്പക്കത്ത് ജീവിച്ച് കോടമ്പക്കത്തിൻ്റെ എല്ലാ എന്താ പറയുക, സിനിമയിൽ വരാനുള്ള കഷ്ടപ്പാടുകൾ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ കഷ്ടപ്പാടെന്ന് പറഞ്ഞ പദം പോലും അശ്ലീലമാണ് ആ രീതിയിൽ പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ അന്ന് പറയുമ്പോൾ ഒരു ചെറിയ ലോഡ്ജിൽ താമസിച്ച്, ഞാൻ ആദ്യം മദ്രാസിൽ ചെന്നിട്ട് താമസിക്കുന്ന ലോഡ്ജ് മാസം ഞാൻ കൊടുത്തിരുന്ന 200 രൂപയാണ്. മാസം 200 രൂപയുടെ ലോഡ്ജിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസം 10 രൂപ വേണ്ട നമുക്ക്. 1 രൂപ ഉണ്ടെങ്കിൽ, 10 രൂപ എന്ന് പറയാൻ പറ്റില്ല, 1-2 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഫുഡ് കഴിയുമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ജീവിച്ച്, കാരണം വെച്ചാൽ വീട്ടിൽ നിന്ന് പൈസ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും. പക്ഷെ നമ്മൾ എന്താ പറയുക, സിനിമ അങ്ങനത്തെ ഒരു തലമുറ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാത്രമല്ല, എല്ലാവരും മദ്രാസിൽ പോയിട്ട് മാത്രമല്ല, ഇവിടെയും ഇന്നിപ്പോൾ അങ്ങനെ ഒരു രീതിയിലല്ലല്ലോ സിനിമയുടെ രീതി. ഇപ്പോൾ നമ്മൾ കുറേ സുഹൃത്തുക്കൾ കൂടുന്നു, അവരൊരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ഒരു കഥയുണ്ടാക്കി ഒരുമിച്ചൊരു സിനിമ പ്രോജക്റ്റാക്കി ഒരു പ്രൊഡ്യൂസറെ ഇരുത്തിയാലും അല്ലെങ്കിൽ ഒരു താരത്തിൻ്റെ ഇരുത്തിയാലും അതൊരു പ്രോജക്റ്റായി വരുന്നു. മുമ്പ് അങ്ങനെയല്ല. ആ ഒരു സ്ട്രെയിൻ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നടന്മാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച്, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സിനിമയിൽ വന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ട് വരണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. കാരണം അതൊരു ക്വാളിറ്റിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഷ്ടപ്പെടാണ്ടും വരാം. അവന് പ്രതിഭ ഉണ്ടെങ്കിൽ അവൻ വലിയ ആളാവും. അപ്പോൾ അതൊരു ക്വാളിറ്റി അല്ല. അതല്ല, നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറ എങ്ങനെയാണ് സിനിമ ഉണ്ടാക്കുന്നത് ആ രീതിയിലല്ല. ഇപ്പം ഞങ്ങൾ സിനിമയിൽ വന്ന കാലത്ത് പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരൊക്കെ ആയിട്ട് ഓരോരുത്തർ വന്ന സമയത്ത് ഇതേ കുറ്റങ്ങളൊക്കെ സംവിധായകരെക്കുറിച്ചും നിർമ്മാതാക്കളെക്കുറിച്ചും അന്നത്തെ തലമുറ എല്ലാ നിർമ്മാതാക്കളും സംവിധായകരും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പറയും, അത് ഓരോ കാലഘട്ടത്തിലും പറയും. അപ്പോൾ അതിൽ കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ ഞങ്ങളുടെ തലമുറയെക്കാളും പ്രതിഭയുള്ള ഒരുപാട് കലാകാരന്മാർ ഉള്ള ചെറുപ്പക്കാരുള്ള ഒരു ഫീൽഡാണ് ഇപ്പോൾ ഇന്ന് മലയാള സിനിമ എല്ലാ രംഗത്തും, ഇല്ലേ? ഇപ്പോൾ ഒരുപാട് നല്ല നടന്മാരും നടിമാരും ഒക്കെ നമുക്കുണ്ട്. അതുപോലെ മികച്ച പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്, സാങ്കേതിക പ്രവർത്തകർ, ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ഉണ്ട്. ആകെ ഞാൻ കാണുന്ന ലാക്ക് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുൻപൊരു സിനിമ തിരക്കഥാകൃത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു, ഇല്ലേ? ഇപ്പോൾ വലിയ എഴുത്തുകാർ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ MT പത്മരാജൻ, ലോഹിദാസ്, ശ്രീനിവാസൻ, അങ്ങനെ ഒരുപാട് വലിയ വലിയ എന്താ പറയുക, തിരക്കഥ കൊണ്ട് അറിയപ്പെടുന്ന സിനിമകളുണ്ട്. ആ രീതിയിൽ തിരക്കഥാകൃത്തിനെ ഇപ്പോൾ ആ രീതിയിൽ അടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ 1-2 പേരൊഴിച്ചപ്പോൾ ശ്യാം പുഷ്കരൻ പോലെയുള്ള 1-2 പേരൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തിരക്കഥാകൃത്തിൻ്റെ സിനിമ എന്നുള്ളൊരു വിഷയമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നതിൻ്റെ രീതി മാറിയിട്ടുണ്ട്. അതും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ സാഹിത്യം എഴുത്തല്ലല്ലോ ഇന്നത്തെ സിനിമയുടെ തിരക്കഥയുടെ എഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ അതും മാറിയിട്ടുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം, ഓഫ് കോഴ്സ് മറ്റൊരു ഇതിൽ ലാക്ക് ചെയ്യുന്നൊരു സാധനം അത് ആവശ്യമുണ്ടോ എന്നുള്ള വേറെ കാര്യം. ഇപ്പോൾ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ വിഷമം എന്ന് പറയുന്നത് നല്ല പാട്ടുകൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഓർക്കാൻ കഴിയുന്ന പാട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അതും പുതിയ കാലത്തെ കുട്ടികൾക്ക് ഈ പാട്ടുകൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതൊക്കെ വലിയൊരു പോയിന്റാണ്. അന്നത്തെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോഴും നമുക്ക് പാടാൻ തോന്നും. പാടാത്തവരും പാടും. ഇന്ന് ഈ പറഞ്ഞ കൃത്യം പോയിന്റാണ്. പാട്ടുകൾ വരുന്നുണ്ട്, പക്ഷേ ഇന്നത്തെ കാലത്തെ ആളുകൾക്കുള്ള പാട്ടുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. സാർ പറഞ്ഞാൽ അത് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമാ മേഖലയായപ്പോൾ പ്രത്യേകം ഒരു വാർത്തയ്ക്ക് പ്രാധാന്യമാവുന്നു. അത്തരം ഉപയോഗത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ താല്പര്യമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, അദ്ദേഹത്തിനൊക്കെ പേര് പരസ്യമായി പറയാൻ പാടുള്ളതാണോ, പറയുന്നത് ശരിയാണോ? പേര് പറയുന്നത് ശരിയല്ല. യാതൊരു കാരണവശാലും പേര് പറയുന്നത് ശരിയല്ല. കാരണം അതൊക്കെ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെ നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഇതിവിടെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ നിന്നല്ല പേരുകൾ പോയത് നമുക്കറിയാം. ചില ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഈ പേര് ആദ്യം വരുന്നത്. ആ ഓൺലൈനിലെ ആ മാധ്യമങ്ങളിൽ പേര് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ നിർമ്മാതാക്കളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നിർമ്മാതാക്കൾ പറഞ്ഞു ശരിയാണ്, ഇന്ന ആൾക്കാരാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണ് പേര് പുറത്തേക്ക് വന്നത്. പക്ഷേ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയുന്ന പോലെ തന്നെ മാധ്യമങ്ങൾക്കും അറിയാം. അവരും പേര് നേരത്തെ പുറത്തു വിട്ടിട്ടില്ല എന്നത്രേ ഉള്ളൂ. ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിൽ മാത്രമല്ലല്ലോ, നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ സ്കൂൾ കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ അത് സർക്കാരും പോലീസുമാണ് ഇതിന് ജാഗ്രത പുലർത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ആ ജാഗ്രത നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സിനിമയിൽ സെറ്റിലൊക്കെ ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് ഭയപ്പെടും.
എന്ന് വെച്ച് സെറ്റിൽ കയറിയിട്ട് റെയ്ഡ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. റെയ്ഡ് ചെയ്യുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് പിടി വീഴും എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിടി വീഴും എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയപ്പെടും. സിനിമാ സെറ്റുകളിൽ നിന്നെങ്കിലും അത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് ഇത് കഴിക്കുന്നതിന് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് നമുക്കാർക്കൊന്നും പറയാൻ പറ്റില്ല. സെറ്റുകളിൽ ഇത് ഉപയോഗിക്കാതിനുള്ളതിനൊരു നിബന്ധന കൊണ്ടുവന്നേ പറ്റുള്ളൂ. അത് നിർമ്മാതാക്കൾ പറയുന്ന ഭാഗത്ത് തന്നെയാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതിൽ വളരെ ശരിയുണ്ടത്. കാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് കരുതി നമുക്ക് സാധാരണക്ക് പറയില്ല, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ ഉള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു സിനിമാ സെറ്റ് എന്ന് പറയുന്നത്. നിർമ്മാതാവിൻ്റെ ഒരു കൺട്രോളിലുള്ളതാണ്. അപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യം കൂടിയുണ്ട്. അപ്പോൾ അയാളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്താ നമ്മൾ പറയാത്തത്? ഇല്ലേ? കാശ് മുടക്കുന്നതിൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവൻ്റെ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളൊരു ഫാക്ടറി നടത്തുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് അവിടെ ഒരു ഷിഫ്റ്റാണെന്ന് പറഞ്ഞാൽ ആ ഷിഫ്റ്റിൽ 9 മണിക്ക് തന്നെ ജോലിക്കാരെ എത്തിയില്ലെങ്കിൽ നിങ്ങളെ 2 ദിവസം കഴിഞ്ഞാൽ അവർ പിരിച്ചുവിടും. ഇല്ലേ? ഇവിടെ പിരിച്ചുവിടാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. അത് നിർമ്മാതാവിൻ്റെ നിസ്സഹായാവസ്ഥയാണ്. ആ നിസ്സഹായാവസ്ഥയെ മുതലെടുക്കരുത്. അത് താരമായാലും ശരി, ആരായാലും ശരി, അത് മുതലെടുക്കരുത്. കാരണം വെച്ചാൽ അയാളും പൈസ മുടക്കിയിട്ട് അയാളൊരു പ്രോജക്റ്റിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവകാശങ്ങളുണ്ട്. അത് അയാളുടെ അവകാശമാണ്. അയാൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളറായാലും അവർക്ക് അവകാശമുണ്ട്. ഇപ്പോൾ രാവിലെ 9 മണിക്ക് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു സിസ്റ്റം ഉണ്ടായില്ല എന്നുള്ളതാണ് കുഴപ്പം. പണ്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും, അമരീഷ് പുരി എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ടല്ലോ, ഹിന്ദിയിലെ അല്ലെയാണ്. അദ്ദേഹം ഹോളിവുഡിലൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അവർക്ക് പേപ്പറിൽ മറ്റേ ടൈപ്പ് ചെയ്ത് കൊടുത്തു. രാവിലെ ഇത്ര മണിക്ക് 7 മണിക്ക് കാറ് വരും, കാറ് വന്ന് താഴെ വന്ന് വെയിറ്റ് ചെയ്യും, എന്താ റിസപ്ഷനിൽ പറയും, നിങ്ങൾ ഇത്ര 7 മണിക്കാണ് കാറ് വരണമെങ്കിൽ നിങ്ങൾ 7:30 സ്റ്റുഡിയോയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു. ഇയാളത് നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഇയാളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ 7 മണിക്ക് ഇപ്പോൾ താഴേന്ന് കോൾ വന്നു. അപ്പോൾ ഇയാൾ റെഡി ആയിട്ടില്ല. കോൾ വന്ന് വെഹിക്കിൾ ഈസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞു. സാധാരണയിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്യുന്നതല്ലേ. 10 മിനിറ്റ് അയാൾ നോക്കി, അയാൾ പോയി. ഇയാൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാറ് പോയി. കാറ് പോയി താഴെ ചോദിച്ചാൽ പറഞ്ഞു നിങ്ങളുടെ കാറ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അയാൾ പോയി എന്ന് പറഞ്ഞു. ഇയാളാകെ പാനിക്കായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഫോൺ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് കൊള്ളുന്നത്, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഇന്ന് വരേണ്ട കാര്യമില്ല, മനസ്സിലായി, നിങ്ങളുടെ ഒരു ദിവസത്തെ റെമ്യൂണറേഷൻ കട്ട് ചെയ്യണം, നാളെ വന്നാന്ന് പറഞ്ഞു. അത് ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തു. ഇതാണ് ഇവിടെ ആരെങ്കിലും ചെയ്യും. ആ സിസ്റ്റമാണ് കൊണ്ടുവരേണ്ടത്. ഇത് എത്രയോ കൊല്ലം മുമ്പ് ഹോളിവുഡിൽ നടന്നു. ഹോളിവുഡിലേക്ക് ഇപ്പോഴും ഇവിടുത്തെ വലിയ താരം, അവിടുത്തെ വലിയ റോളിന് വേണ്ടിയിട്ട് അവിടെ വിളിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ രീതിയിലൊരു സിസ്റ്റം ഉണ്ടാകുക എന്നുള്ളത് പ്രായോഗികമല്ല നമുക്ക്. കാരണം വെച്ചാൽ മലയാള സിനിമയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, മലയാള സിനിമയല്ല ഇന്ത്യൻ സിനിമയിൽ അത് പ്രായോഗികമല്ല. പക്ഷേ നമുക്കൊരു സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നിർമ്മാതാവിൻ്റെ റൈറ്റ്സിനെ കുറിച്ച് ഇവർ ഓർക്കുന്നില്ല. കാരണം അയാൾക്കുണ്ട് റൈറ്റ്സ്, ഇവരുടെ റൈറ്റ്സ്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് അഭിനയിക്കണം, അപ്പോൾ എൻ്റെ മൂഡ് എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. എനിക്ക് മൂഡ് വന്നാലേ അഭിനയിക്കും, മൂഡ് വന്നാലേ അഭിനയിക്കും എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം എന്താ പറയുക, ഈ മൂഡ് എല്ലാവർക്കും ബാധകമാണ്. ഒരു സംവിധായകന് ബാധകമാണ്, ക്യാമറാമാന് ബാധകമാണ്. രാവിലെ ഒരു ലൈറ്റിംഗ്, നല്ല ലൈറ്റിൽ ഷോട്ട് എടുക്കുക എന്നുള്ളത് ക്യാമറാമാൻ്റെയും സംവിധായകൻ്റെ അവകാശമാണ്. ഇല്ല, ആ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് രാവിലെ 6 മണിക്ക് വരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ 7 മണിക്ക് വരാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് മൂഡില്ല, ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് രാത്രി ജോലി ചെയ്തതാണ് എന്ന് പറഞ്ഞ് അത് ശരിയല്ല. അതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സാധനം. അതില്ലാത്തതാണ് പ്രധാന. അല്ല, രാത്രി വൈകി ഷൂട്ട് ചെയ്താൽ രാവിലെ 6 മണിക്കൊന്നും ഒരു സ്ഥലത്തും ഷൂട്ടിംഗ് വരാറില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അല്ല, ശരിയല്ലേ, ഷൂട്ടിംഗ് നമ്മൾ നിർബന്ധിക്കാറുമില്ല, നിർമ്മാതാക്കളുടെ സംവിധാനം നിർബന്ധിക്കാറുമില്ല. അത് വേറെ രീതിക്ക് വളച്ചൊടിക്കുന്നു എന്നാണ് ചില ആളുകൾ. അല്ല, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് മാത്രമല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ, ഈ രാത്രി ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ രാവിലെ നിങ്ങളോട് നേരത്തെ വരാൻ പറയുന്നത് നിങ്ങൾ മാത്രമല്ല വരുന്നത്, എല്ലാവരും വരുന്നുണ്ടല്ലോ. ലൈറ്റ് ബോയ്സ് അടക്കം വരുന്നത്. സാറും അല്ലെങ്കിൽ സംവിധായകരും ഈ താരങ്ങളൊക്കെ പോയി കിടത്ത് എത്രയോ സമയം കിട്ടാണ് യൂണിറ്റ് ആളുകൾ പോകണം, എല്ലാം പാക്ക് ചെയ്തിട്ട് അവരെത്തുന്നുണ്ട്. അപ്പോൾ പറയുന്ന ഒരു ന്യായം അവർ പറയുന്നുണ്ട്, അവർക്ക് വേറെ ബാറ്റ കിട്ടുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പറയുന്ന നടന്മാരുമുണ്ട്. അവർ പറയുന്ന ഒരു പോയിന്റാണ് പറഞ്ഞത്, നിങ്ങൾ ബാറ്റ മേടിച്ചോളൂ, അവർക്ക് ബാറ്റാണ് എന്നാ നിങ്ങൾ ബാറ്റ് മേടിച്ചോളൂ. അതാണ് ഇപ്പോൾ നിർമ്മാതാവ് തിരിച്ചു പറഞ്ഞത്, നിങ്ങൾ ബാറ്റ് മേടിച്ചോളൂ, നിങ്ങളുടെ റെമ്യൂണറേഷൻ ബാറ്റായിട്ട് തീരുമാനിച്ചോളൂ. അപ്പോൾ പിന്നെ നിർമ്മാതാവിന് സൗകര്യമില്ലേ അല്ലേ? ഒരു ദിവസം 3 ബാറ്റയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാമല്ലോ, അങ്ങനെ തീരുമാനിക്കും. അങ്ങനെയും പറയുന്നവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധയിലും അങ്ങനെ പെട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അല്ല, അതൊക്കെ ഒരു മുട്ടിന്യായെന്ന് പറയുന്നത് നാടൻ ഭാഷ പറഞ്ഞ അതാണ്. അതിൽ അതൊരു കാര്യമില്ല. കാരണം അവന് ബാറ്റ മാത്രം കിട്ടുന്നുള്ളൂ, അവന് വേറെ കിട്ടുന്നില്ലല്ലോ, അവന് മറ്റ് ഫെസിലിറ്റീസ് ഒന്നും കിട്ടുന്നില്ല, അവന് കാരവൻ കിട്ടുന്നില്ല, അവൻ ഭക്ഷണം കഴിക്കാനും ഇതൊക്കെ ടോയ്ലറ്റിൽ പോകാനും അവൻ മറ്റേ AC ഉള്ള റൂം കിട്ടുന്നില്ല. അപ്പോൾ അതിലർത്ഥമില്ലല്ലോ, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്കറിയില്ല, അവരുടെ എന്താ പറയുക, മെച്യൂരിറ്റി ഇല്ലായ്മയായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഈ
കുട്ടികളുടെ. അതിന് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പം നേരത്തെ നമ്മൾ അവരുടെ സ്വകാര്യ ആണ്, അവർക്ക് സെറ്റിൽ ഉപയോഗിക്കാതിരിക്കുക, അവർ റൂമിൽ പോയി ഒന്നും ഉപയോഗിക്കണം, നമ്മളെ ബാധിക്കണം. സെറ്റിൽ കൃത്യമായിട്ട് വരിക എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. ഈ സമയക്രമം കൃത്യമാകണം വരവ്. പണ്ട് കാലങ്ങളിൽ അത്തരമൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു, സമയത്തിന് ആളുകൾ വരാതിരിക്കുക, അങ്ങനെ ഇപ്പോഴത്തെ പോലെ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, ഞാൻ സിനിമയിലൊക്കെ വന്ന കാലത്ത്, സഹസംവിധായകനായിട്ട് വരുന്ന കാലത്ത് സമയക്രമം വളരെ പ്രധാനമായിരുന്നു. കാരണം അന്നത്തെ സംവിധായകരൊക്കെ ഹെഡ് മാസ്റ്റർമാരെ പോലെ ആയിരുന്നു എന്ന് പറയാറുണ്ട്. നിർമ്മാതാക്കളും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ കുഞ്ചാക്കോ, അതിന് ശേഷം വന്നിട്ടുള്ള എംഒ ജോസഫ് തുടങ്ങിയിട്ടുള്ള ആ തലമുറയിലുള്ള ഒരുപാട് അപ്പച്ചൻ, നവോദയ അപ്പച്ചൻ, അങ്ങനെയുള്ള നിർമ്മാതാക്കളുടെ പേരുകൾ എല്ലാവരും പറയുന്നില്ല. അതുപോലെയുള്ള സംവിധായകർ. കാരണം ഇപ്പോൾ സേതുമാധവൻ സാറൊക്കെ രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണി 7:30 കഴിഞ്ഞിട്ട് താരം വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇന്നിനി വരണ്ട, ഹോളിവുഡിലെ കാര്യം പറഞ്ഞ മാതിരി പറയുമായിരുന്നു, അല്ലെങ്കിൽ പാക്കപ്പ് പറഞ്ഞ് പോകുമായിരുന്നു. ആ ഒരു സംഭവം ഇന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ സംവിധായകരുടെ ആ ഗട്ട്സ്, സംവിധായകനും നിർമ്മാതാവിനും ആ ഗട്ട്സ് ഇല്ലാണ്ട് പോയി എന്നുള്ളതാണ് കാര്യം പറയുന്നത്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട. പിന്നെ ഇതിൻ്റെ അകത്തേ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ആരും പേര് പറയില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയണം. എൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ട്രോളി ട്രാക്ക് ഇങ്ങനെ എന്താണ് ആ സെറ്റിലെ ഒരു സെറ്റാണ്, ഒരു വരാന്ത ഒക്കെ ഉള്ള ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ പിള്ളേർ, യൂണിറ്റിലെ പിള്ളേർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഒരു താരം, ഒരു എന്താ പറയുക, ഫീമെയിൽ താരമാണ്, വലിയ താരമാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല. അവർ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്നത് നേരെ ഈ വരാന്തയുടെ അറ്റത്ത് വന്നിട്ട് അവർ പാത്രത്തിൽ ഇങ്ങനെ ആയ കൊണ്ട് കൊടുക്കും. മറ്റേ കൈ കഴുകിയിട്ട് ഈ ട്രോളിമേലും ട്രാക്കുമേലുമാണ് അവർ എച്ചിലടക്കം ഇതുമേൽ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഇത് എന്താ പറയുക, ലൈറ്റ് ബോയ്സ് ഇത് കണ്ട്, മറ്റേ ക്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പിള്ളേർ ഇത് കണ്ടിട്ട് ക്യാമറാമാനോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ക്യാമറാമാൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം അതെങ്ങനെ അവരോട് പറയും, നാളെ ചെയ്യുമെന്ന് നോക്കാൻ നമുക്ക്. അടുത്ത ദിവസം ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും, വേറെ സ്ഥലത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മാറ്റി വയ്ക്കാൻ വേറെ സ്ഥലമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് ഇത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് തിരിച്ച് അവരവിടെ തന്നെ വെച്ചു. അത് അവരുടെ സ്വാതന്ത്ര്യമല്ല. ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ട്. ഇവർക്ക് കൈ കഴുകാൻ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 3-ാമത്തെ ദിവസവും ഇത് ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക്, ഇവർ ഈ ലൈറ്റ് ബോയ്സ് ആ താരത്തിൻ്റെ അടുത്ത് പറഞ്ഞു മേഡം ഇത് ചെയ്യരുത്, കാരണം ഇത് ഞങ്ങളുടെ അന്നമാണിത്, മനസ്സിലായില്ലേ, ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ താരം ഈ ലൈറ്റ് ബോയ്സിൻ്റെ അടുത്ത് ഈ ക്രെയിൻ ഓപ്പറേറ്റേഴ്സിൻ്റെ അടുത്ത് ഈ ട്രോളി പിള്ളേരുടെ അടുത്ത് തട്ടി കയറിയപ്പോൾ ഇവർ പരാതിയായിട്ട് ക്യാമറാമാൻ്റെ അടുത്ത് വന്നു. ക്യാമറാമാൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് സംസാരിച്ചു. ശരി സാർ, ഇല്ല സാർ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ആ ട്രോളി ട്രാക്ക് തള്ളുന്ന എന്തോ ഒരു കാരണത്താൽ അയാൾ അവർ നടന്നു വരുന്നു, ഇവർ ട്രോളി തള്ളുമ്പോൾ അറിയാലോ. അപ്പോൾ എന്തോ കാരണത്താൽ ഇവർ നടക്കുന്നതിനൊപ്പം കറക്റ്റായിട്ട് എത്തിയില്ല. അത് അവൻ്റെ കുറ്റം കൊണ്ടല്ല, പക്ഷേ എത്തിയില്ല. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും അഭിനയിക്കണമെന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പം ഞാൻ ഇടപെട്ടു. ഞാൻ പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, മനസ്സിലായില്ലേ, അത് വീണ്ടും എടുക്കണം വേണ്ടെന്നുള്ള ഞാൻ തീരുമാനിച്ചു. മനസ്സിലായില്ലേ, നിങ്ങളുടെ ജോലി ചെയ്യാൻ പറ്റും, അഭിനയിക്കാൻ പറ്റില്ല, പറയേണ്ടി വന്നു. ഉറക്കെല്ലാവരും ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും വെഞ്ചൻസ് ഉണ്ടെങ്കിൽ അതോട് തീർക്കരുത്. അപ്പോൾ ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ പിന്നെ എന്താ നമ്മൾ പറയുന്നത്, അത് അമിത സ്വാതന്ത്ര്യമല്ലേ. അപ്പോൾ അവൻ്റെ തൊഴിലുപകരണങ്ങളുടെ മാന്യത, അന്തസ്സ്, അതിൻ്റെ പ്രാധാന്യം ഇതൊക്കെ ഇവർക്ക് മനസ്സിലാവേണ്ടല്ലോ. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന അത് ഈ പുതിയ തലമുറയല്ല, ഇത് തൊട്ടുമുമ്പുള്ള തലമുറയാണ്. അപ്പോൾ എല്ലാ തലമുറയിലും ഇത്തരമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് പുതിയ തലമുറ ഇത് കുറച്ച് കൂടുതലാവും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ലൈറ്റ് ബോയ്സിൻ്റെ ബാറ്റ വാങ്ങിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ തൊഴിലിനും തൊഴിൽ ഉപകരണങ്ങൾക്കും ഒക്കെ അതിൻ്റെ അന്തസ്സുണ്ട്. പിന്നെയല്ലേ അത് സിനിമയിൽ എല്ലാവരും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും വലിയ പോയിൻ്റാണ് സാറ് പറഞ്ഞത്. അതൊക്കെ അവരുടെ ഒരു അന്നം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അവരതിന് റിയാക്ട് ചെയ്യും. അത് അങ്ങനെയാണ് ഇവിടെ സംഘടന ഉണ്ടായത്. ഇപ്പോൾ ടെക്നീഷ്യൻസിൻ്റെ സംഘടന ഉണ്ടായതിൻ്റെ പുറകെയുള്ള കാര്യം അതന്നെ. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ആരും ഇല്ല എന്ന് തോന്നിയുകൊണ്ട് ഇന്നിപ്പോൾ നടക്കില്ല. കാരണം ഈ സംഘടനകളുള്ളതുകൊണ്ട് ഇവരങ്ങനെ കളിക്കാനും നിൽക്കില്ല. ഇവർക്കും ഭയമുണ്ട്. ഇവർക്കും ഭയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സംഘടന ഇടപെടും. പിന്നെ ഈ മെമ്പർഷിപ്പ് ഇല്ലാത്ത കുറേ ആളുകളുണ്ട് പല സംഘടന. ഇപ്പം താങ്കളൊക്കെ ഉൾക്കൊള്ളുന്ന ഡയറക്ടേഴ്സ് യൂണിയനിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരുണ്ട്, താരസംഘടന മെമ്പർഷിപ്പ് ഇല്ലാത്തത്. അത്തരം ആളുകളുടെ പ്രശ്നങ്ങളാണ് ഇവിടെ കൂടുതൽ ഉണ്ടാകുന്നു നമ്മൾ കാണുന്നത്. അത്തരം ആളുകൾ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും ഇടപെടാനും പറ്റുന്നില്ല. ഒരു താരസംഘടന അമ്മയിൽ മെമ്പറല്ല എന്ന്, ഞാൻ മെമ്പറല്ല, ഞാൻ പ്രശ്നക്കാരാണെങ്കിൽ അമ്മ സംഘടനയ്ക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് അവർ പറയുന്നു. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ സാറിന്? അല്ല, മെമ്പർഷിപ്പ് എടുക്കണോ വേണ്ടെന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യം. അവർക്ക് എടുക്കാതിരിക്കാം. അതിൻ്റെ അത് നമുക്ക് ആർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു സംഘടനയിൽ അംഗമാകണ്ട എന്നുള്ളത് അവൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കുറ്റം പറയാനുള്ള കാര്യമില്ല.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന പൊതുവെ താരങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഇപ്പോൾ മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഒരു താരം സെറ്റിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണല്ലോ അത്. ഇപ്പോൾ അഭിനേതാക്കളുടെ സംഘടന എന്ന് പറയുന്നത് ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഇയാൾ മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ പോലും അയാളുടെ പ്രശ്നങ്ങളിൽ, അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഡയറക്ടേഴ്സ് യൂണിയനിലൊക്കെ അങ്ങനെ ഇടപെടാറുണ്ട്. ഒരാൾ മെമ്പറല്ല എന്ന് വെച്ചിട്ട് അയാൾക്കൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും ഡയറക്ടേഴ്സ് യൂണിയൻ അത് ഏറ്റെടുക്കാറുണ്ട്. അതല്ല അയാൾ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഇടപെടാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അമ്മയുടെ ഭാഗത്തുണ്ട്. കാരണം അങ്ങനെ ഒഴിഞ്ഞു മാറൽ ശരിയാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഇടപെടണം. അതോടൊപ്പം തന്നെ ഈ എഡിറ്റിംഗ് ഒരു വിവാദം വന്നു. എഡിറ്റിംഗ് കാണണമെന്ന് പണ്ട് അങ്ങനെ ആരെങ്കിലും പറയുമായിരുന്നു, എനിക്ക് എഡിറ്റിംഗ് കാണണം, അവകാശത്തോടെ എഡിറ്റിംഗ് ആണ്, എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവർക്കും എഡിറ്റിംഗ് ആണ്. അത് വലിയ വിവാദമായി നിൽക്കുകയാണ്. RTX സിനിമയിലുണ്ടായത് വലിയ വിവാദം തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. അത്തരം ഒരു പ്രവണത എങ്ങനെയാണ് സാറ് കാണുന്നത്? എഡിറ്റിംഗ് കാണണമെന്ന് ചോദിച്ചിട്ട് ക്യാമറയിൽ കൂടി നോക്കാൻ സമ്മതിക്കില്ലായിരുന്നു പണ്ട്. ഒരു വലിയ സൂപ്പർ താരമാണെങ്കിൽ പോലും ഒരു ക്യാമറാമാൻ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ കൂടി നോക്കാനായിട്ട് പണ്ട് സമ്മതിക്കില്ലായിരുന്നു. വലിയ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊന്നും അറിയില്ല, MS മണി എന്ന് പറഞ്ഞിട്ട് എഡിറ്റർ ഉണ്ടായിരുന്നു, വലിയ എഡിറ്ററായിരുന്നു. തെന്നിന്ത്യയിൽ തമിഴ്, തെലുങ്ക്, മലയാളം പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സേതുമാൻ സാറിൻ്റെ എഡിറ്ററായിരുന്നു. MS മണിയെക്കുറിച്ചൊരു വലിയ കഥയുണ്ട്. അതായത് അദ്ദേഹം MGRൻ്റെ കുറേ പടങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. MGRൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGR അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഈ മൂവിയോള എന്ന് പറയുന്ന മെഷീൻ്റെ അകത്താണ് എഡിറ്റർ ഇരുന്നിട്ട് അവിടെ വന്നിട്ട് ഡയറക്ടറും ഇരിക്കും, എഡിറ്റർ ഇരുന്നിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യണത്. MGRൻ്റെ പടങ്ങളാണ് ഈ ഫൈറ്റ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. MGR വന്നിരിക്കും, ഡയറക്ടർ അവിടെ ഇരിക്കില്ല. മനസ്സിലായില്ല? MGR വന്നിരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യണത്. അതാണ് ശീലം, ആരും ഒന്നും പറയാറില്ല. MGR അഭിനയിച്ചൊരു പടത്തിന് MS മണി ആദ്യമായിട്ട് എഡിറ്ററായിട്ട് വന്നു കഴിഞ്ഞ സമയത്ത് MS മണി എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ MGR കയറി വന്നിട്ട് എല്ലാവരും കൂടി മാറി നിൽക്കുന്ന കുറച്ച് ഭയങ്കര MGR അല്ലേ, കയറി വന്ന് ഇരിഞ്ഞ് ഇദ്ദേഹത്തിന് ഇരുത്തിയിട്ട് അവിടെ ഡയറക്ടറില്ല. അപ്പോൾ സ്റ്റാർട്ട് പണുക എന്ന് പറഞ്ഞു. അപ്പോൾ MS മണി പറഞ്ഞ് ഡയറക്ടർ എവിടെയെന്ന് ചോദിച്ചു. അല്ല ഡയറക്ടർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനാണ് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ MGRന് മലയാളം അറിയാമല്ലോ, MS മണിക്ക് മലയാളം അറിയാം, പക്ഷേ തമിഴിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ MS മണി പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു, ഡയറക്ടർ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം, ഡയറക്ടർ സമ്മതിക്കുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളിവിടെ വന്നിരിക്കേണ്ടതെന്ന് പറഞ്ഞു. MGRനോടാണ് പറയണമെന്ന് ആലോചിക്കണം. ഇന്ത്യൻ സിനിമയിലെ തമിഴ് സിനിമയിലെ അത്ര നിൽക്കുന്നത്. MGR ഒന്നും വേണ്ടാണ്ട് എണീറ്റ് പോയി. MGRന് ഭയങ്കര ഇൻസൾട്ടായി. അപ്പോൾ എല്ലാവരും വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് MS മണിയുടെ പണി തെറിച്ചു എന്നുള്ളതാണ്. സംവിധായകൻ വന്നിട്ട് MS മണിയുടെ അടുത്ത് പറഞ്ഞു, എന്താണ് പറഞ്ഞത് MGRനോടെല്ലാം അങ്ങനെ MS മണി പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, ഞാൻ നിർത്തണമെങ്കിൽ നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എല്ലാം മൂടി വെച്ചിട്ട് അദ്ദേഹം പോയി, വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം MGRൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു, ഈ എഡിറ്റർ വീട്ടിൽ വന്നു. അന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതായിട്ട് അന്ന് സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ എന്നോട് ആരും പറയാത്തൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ തൊഴിലിൻ്റെ മാന്യതയെക്കുറിച്ച് ഞാൻ ആ നിമിഷം ഓർത്തില്ല. മനസ്സിലായില്ല? നിങ്ങളുടെ തൊഴിലിൻ്റെ മാന്യത, നിങ്ങളുടെ തൊഴിലിൽ ഞാൻ ഇടപെടാൻ എനിക്ക് അവകാശമില്ല, ഞാൻ ഓർത്തില്ല, ഞാൻ ക്ഷമ പറയുന്നു എന്നും പറഞ്ഞിട്ട് നേരിട്ട് പറഞ്ഞില്ല. അതിന് പകരം മാനേജർ വന്നിട്ട് വിത്ത് സ്വീറ്റ്സ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് കൊടുത്ത് പറഞ്ഞാണ്. ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാനത് വെറുതെ ഓർമ്മിച്ചാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഓരോരുത്തരും അവരുടെ തൊഴിലുണ്ട്. അപ്പോൾ എഡിറ്റ് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ റൈറ്റ്സേ അല്ല. എഡിറ്റ് കാണണമെന്ന് പറഞ്ഞ് പുതിയ കാലത്ത് വരുന്നത് എന്താണ്, ഈ സ്പോട്ട് എഡിറ്റിംഗ് വന്നതിന് ശേഷമാണ്. ഈ സ്പോട്ട് എഡിറ്റിങ്ങിൽ ഡയറക്ടർ ആണ് തീരുമാനിക്കുന്നത് എന്താണ് എടുക്കുന്നത്. ഇപ്പോൾ വ്യൂ ഫൈൻഡറിൽ മോണിറ്ററിൽ പോലും ഡയറക്ടർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ മോണിറ്ററുള്ളത്, അല്ലെങ്കിൽ ക്യാമറാമാന് കാണാൻ വേണ്ടിയിട്ടില്ല, അല്ലാണ്ട് ആക്ടർക്ക് കാണാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ആക്ടറാണ് വന്നിരുന്നിട്ട് ഡയറക്ടർ തള്ളി മാറ്റിയിട്ട് ആക്ടർ വന്നിരുന്നിട്ടാണ് മോണിറ്ററിൽ കാണുന്നത്. സ്പോട്ട് എഡിറ്റിംഗ് എന്തിനാ ഈ ആക്ടർ കാണുന്നത്? അത് ആരുണ്ടാക്കിയെടുത്ത ഇവിടെ? അപ്പോൾ ആ കൾച്ചർ ഉണ്ടായതിന് ശേഷമാണ് ഈ എഡിറ്റിംഗ് കാണുന്നത് ഒരു ആക്ടർ പറയുമ്പോൾ ശീലമായി മാറിയത്. അപ്പോൾ ഇപ്പോൾ അതിൽ കണ്ടിട്ട് നമ്മൾ വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എഡിറ്റ് കണ്ടാലേ ഞാൻ അഭിനയിക്കുള്ളൂ എന്നൊക്കെ പറയുന്നൊരു കാര്യമില്ല. അങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ അങ്ങനെ പറയുന്നത് രണ്ട് സൈഡിലും കുറ്റമുണ്ട്. അവനങ്ങനെ പറയുന്നതിന് എന്തുകൊണ്ട് കാരണമായി ഒരു റീസണാണ്. കാരണം ആ സംവിധായകന് പറയില്ല, അവിടെ തീർന്ന് എൻ്റെ സിനിമയുടെ എഡിറ്റിംഗ് നീയല്ല, ആരും കാണണ്ട, ആര് കാണുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടൊരു സംവിധായകന് പറയാൻ പറ്റുന്നില്ല? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ സംവിധായകൻ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏത് പടത്തിൻ്റെ സംവിധായകൻ? ആ സംവിധായകൻ്റെ പേര് പോലും അറിയില്ല ആർക്കും. ഇപ്പോൾ ഇഷ്യൂ ഉണ്ടായത് പുതിയ സംവിധായകൻ, അതിന് ഞാൻ പറയാം, പുതിയ ആളാണ്. അപ്പോൾ പുതിയ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു, അയാൾ പേടിച്ചിട്ട് 3-4 ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു പറഞ്ഞു.
ഈ ഭയപ്പാടുകൾ. അല്ല അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ സിസ്റ്റം ആണ് മാറേണ്ടത്, അല്ലാണ്ട് ഒരു വ്യക്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സാർ ഇപ്പോൾ പറഞ്ഞ MG അതിൽ കൂടുതൽ ഉദാഹരണം ഈ പുതിയ തലമുറയ്ക്ക് ഇല്ല കേട്ടോ. അല്ല ഞാൻ പറയാം, അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഈ കഥ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞങ്ങളുടെ തലമുറക്ക് അറിയാം, മമ്മൂട്ടിയോടൊക്കെ ചോദിച്ചാൽ അതെ അതെ, അല്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ലല്ലോ. അതിൻ്റെ ഉദാഹരണമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അതെങ്കിലും കേട്ട് മനസ്സിലാക്കത്തെ ഇനിയുള്ളവരെങ്കിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായിരിക്കും ഏറ്റവും നല്ല. ഇതുള്ള ഉദാഹരണമൊന്നും സാറ് പറയാനുമില്ല. അപ്പോൾ എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട്, അവിടെയും ഇവിടെയും ഉണ്ട് പ്രശ്നങ്ങൾ. അതിനെല്ലാം കടിഞ്ഞാൽ ഇടാൻ ഈ സംവിധായകനുള്ള അല്ലെങ്കിൽ നിർമ്മാതാവിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുന്ന കാലത്തെ ഇനി ഇത് മാറത്തുള്ളൂ. ഈ പ്രതിസന്ധി എന്തായാലും തീരുള്ളൂ. അല്ലാതെ ഇപ്പോൾ താൽക്കാലികമായിട്ട് പ്രതിസന്ധി തീർന്നാൽ ഇത് തുടർന്നുള്ളൂ. ആ സിസ്റ്റം തിരിച്ച് മാറ്റി എഴുതണം എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അവസാനമായിട്ട് പറയാനുള്ളത്. കൃത്യമായിട്ട് സാറ് കാര്യങ്ങൾ ഓപ്പണായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ മാമുക്കോയ മരിച്ചപ്പോൾ ഒരു ചെറിയ വിവാദം ഉണ്ടായല്ലോ. മാമുക്കോയ മരിച്ചപ്പോൾ ആരും കാണാൻ പോയില്ല. ബിനു എന്നെ അവിടെ പ്രസംഗിച്ചു, കൊച്ചിയിൽ പോയി ടാക്സി വിളിച്ചു മരിക്കണമെന്ന്. അതെങ്ങനെയാണ് സാറ് കാണുന്നത്? നിർഭാഗ്യകരമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാനും പോയില്ല, എനിക്ക് വ്യക്തിപരമായൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയിരുന്നു. അതാണ് പറഞ്ഞത് ഓരോരുത്തർക്ക്. ഇപ്പോൾ എൻ്റെ കോബ്രദർ ഹോസ്പിറ്റലിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു ഹോസ്പിറ്റലിൽ. അതുകൊണ്ടാണ് എനിക്ക് ആ ദിവസം പോകാൻ പറ്റാണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങളുകൊണ്ടായിരിക്കാം പോകാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാണ്ട് ദൂരത്തിൻ്റെ പേരിലാണ് ആരും അവിടെ ചെല്ലാതിരുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലരും പോയി കാണുന്നൊക്കെ ഉണ്ടല്ലോ. കോഴിക്കോടും പോയിട്ട് പലരെയും നമ്മൾ മരിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചപ്പോൾ നമ്മളൊക്കെ പോയി കോഴിക്കോട് പോയിട്ടുണ്ട്. അതെല്ലാവരും കൂടി എന്താണ് എല്ലാവരുടെയും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നോ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് മറുപടി പറയാനില്ല. പക്ഷെ അത് ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു തോന്നുന്നില്ല. കാരണം അവരുടെ കുടുംബം തന്നെ കുടുംബം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം തീർന്നു. കൃത്യമായിട്ട് മോൻ പറയാൻ ചെയ്യും. മമ്മൂക്ക വിളിച്ചിരുന്നു, ലാലട്ടൻ വിളിച്ചിരുന്നു, വിളിച്ച ആളുകളുടെ കണക്ക് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ? അതായിരുന്നു സാറിൻ്റെ ഒരു. ഇപ്പം എല്ലാം വിവാദങ്ങളാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു വിവാദമാക്കുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്ര നേരം സഹകരിച്ച് കൃത്യമായ കാര്യങ്ങൾ ഉദാഹരണ സഹിതം സാറ് പറഞ്ഞതിൽ ഒത്തിരി നന്ദിയുണ്ട്. ഇനി സിനിമകൾ, നല്ല നല്ല സിനിമകൾ, ഓർത്തിരിക്കുന്ന സിനിമകൾ വരട്ടെ. അതാണ് നമുക്ക് വേണ്ടത്, ഓർത്തിരിക്കാൻ. നമ്മൾ തിയേറ്ററിൽ കണ്ടില്ലെങ്കിലും പിന്നീട് സിനിമ കാണുമ്പോൾ ഓർത്തിരിക്കാവുന്ന കഥകൾ, ഓർത്തിരിക്കാവുന്ന സിനിമകൾ വരട്ടെ. ഇത്ര നേരം സഹകരിച്ച സാറിന് ഒത്തിരി നന്ദി.